ഇവിടെ എൻ്റെ പേര് രാജേന്ദ്രൻ. ഞാൻ ഇന്നലെ നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഞാൻ വന്നു. നമ്മൾ ഇന്നലെ സംസാരിച്ചായിരുന്നു. ശരി, ഫാമിലി ഇവിടെ ഉണ്ടോ? എല്ലാവരും ഫാമിലിയുണ്ട്. എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഇവിടെ ഓക്കെ അല്ലേ? നിങ്ങൾ ഇവിടെ ഓക്കെയാണ് സാർ. ഇപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മളെ സഹായിക്കാൻ വരുന്ന സന്നദ്ധ സംഘടനകളോടും സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ ഇനി നമ്മളെ മുന്നിലൊരു ചോദ്യചിഹ്നമാണല്ലോ ഈ ക്യാമ്പ് കഴിഞ്ഞാൽ എവിടെ പോകുന്നുള്ള ഒരു പ്രശ്നമാണ് നമ്മളെ മുന്നിൽ വലുതായിട്ട് നിൽക്കുന്നത്. പോയവർ പോയി എന്ന് പറയുന്നത് നമുക്ക് പിന്നെ പകരം വയ്ക്കാൻ കഴിയില്ല. അത്രയും നഷ്ടങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. നമുക്ക് ഇനി വേണ്ടത് നമ്മളെല്ലാവരും ആ ചൂരൽമല നിവാസികളെയും, ചൂരൽമല മാത്രമല്ല കള്ളാടിയിൽ നിന്ന് അങ്ങോട്ടുള്ള മുഴുവൻ ആളുകളെയും അവിടുന്ന് ഇവാക്വേറ്റ് ചെയ്ത് സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കണം. ഇനിയൊരു ദുരന്തത്തിന് ഞങ്ങൾക്കിനി ആയുസില്ല. അവിടുന്ന് പൂർണ്ണമായിട്ടും മാറ്റണം. അതെ, പേടിച്ചു, മനസ്സുമല്ലാതെ പേടിച്ചു. അവർ പൂർണ്ണമായിട്ട്. രാജേന്ദ്രൻ ചേട്ടൻ പറയുന്നത്, നമ്മൾ പലരോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ കണ്ണിൽ നിന്നുള്ള ഭയമുണ്ടല്ലോ, അതങ്ങോട്ട് വിട്ടൊഴിഞ്ഞിട്ടില്ല. ഇനി ആ നാട്ടിൽ പോയി അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു കേട്ടോ. ശരിക്കും നമ്മൾ അവിടെ പോയാലാണ് അതിൻ്റെ സൗന്ദര്യം മനസ്സിലാവുക. ഇപ്പോൾ ആ ഭീകരമായിട്ട് നിൽക്കുന്ന ദുരന്തമുഖത്താണെങ്കിൽ പോലും അതിൻ്റെ ഒരു സൗന്ദര്യം നമ്മളെ വല്ലാതെ ഭ്രമിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ നാടാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. ആ നാട് നമുക്ക് അതേപോലെ നിർമ്മിച്ചു കൊടുക്കാൻ പറ്റില്ല, പക്ഷേ അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അങ്ങനൊരു സമൂഹത്തെ നമുക്ക് ആ സ്ഥലത്ത് പുനഃസൃഷ്ടിക്കണം. അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഹർസാന നമുക്കൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഹർസാന നമസ്കാരം, ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ ഹർസാന. നമസ്കാരം സർ. ഹലോ. നമസ്കാരം ഹർസാന. സുഖം എന്തോ സാർ. ഈ ദുഃഖത്തിനോട് ഞാൻ ആദ്യം പങ്കുചേരുന്നു. വയനാട് ദുരന്തം എന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബങ്ങളിൽ ഏർപ്പെട്ട ഒരു ദുഃഖം തന്നെയാണ്. ഇന്നലെ ഒരുപാട് വേദന ഉണ്ടാക്കിയത് ഇന്നലത്തെ 8 പേരെ കൊണ്ടുവന്ന ആ ഒരു സംഭവം നമുക്കൊരിക്കലും നമ്മളെ മനസ്സിൽ നിന്നും മായത്തില്ല. കാരണം വേണ്ടപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് അവരവരുടെ ഇങ്ങനെ അടക്കുന്നതല്ലേ കാഴ്ച. അത് കാഴ്ച കാണാൻ പറ്റിയില്ല സാർ. സത്യമായ കാര്യം, 6ാമത്തെ ആംബുലൻസ് വന്നതുകൂടി ഞാൻ TV ഓഫ് ചെയ്തു. കാണാൻ കഴിയത്തില്ല. ആണ്, ഞങ്ങളും നമുക്കും അത് സഹിക്കാൻ പറ്റാത്ത കാഴ്ചയായിരുന്നു. മാത്രമല്ല നമ്മളിവിടെ നിന്നപ്പോഴേ ഈ മൃതദേഹം അവരുടെ ആരുടെയെങ്കിലും ഒക്കെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ഇനി ഒരിക്കലും അവരെ തിരിച്ചു കിട്ടില്ല. മനസ്സിലായി. അത് കൊണ്ടുവന്ന് അടക്കിയതെന്ന് റിപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും ഇവരുടെയൊക്കെ ആവശ്യങ്ങൾ നമ്മൾ ലോകത്തെത്തിക്കണ്ടേ. ആ ദുഃഖത്തിനോട് ഈ മരണപ്പെട്ടവർക്ക് വേണ്ടി ഇപ്പോൾ അത് തന്നെ ധാരാളമാണ്. നമ്മളൊക്കെ അവർക്ക് വേണ്ടി പൊഴിക്കുന്ന ഓരോ കണ്ണീരും അവർക്കൊക്കെ ഭാവിയിൽ നന്മ ഉണ്ടാക്കി കൊടുക്കും. 1 കോടി രൂപയെങ്കിലും ഒരു കുടുംബത്തിന് എത്തിക്കണം എന്നുള്ളത്. 1 കോടി എത്തിച്ചില്ലെങ്കിലും അവർക്ക് വേണ്ട ആ വീടും അവർക്ക് വേണ്ട അന്നുള്ള ചെലവ് അവർക്ക് നഷ്ടപ്പെട്ടത് അത്രയും കിട്ടിയില്ലെങ്കിൽ അതിന്റെ പകുതിയെങ്കിലും കിട്ടി അവർ പുനർജീവിക്കണമെന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ. അത് തിരിച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും അത് സർക്കാരും പരിഗണിക്കേണ്ടതാണ്. പറഞ്ഞതുപോലെ നിങ്ങളുടെയൊക്കെ കണ്ണീരാണ്, അത് താങ്ങാൻ പറ്റുന്നില്ല കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. എനിക്കും അറിയാം സസൻ, എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ കാര്യത്തിലുള്ളൊരു സങ്കടം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ തുടർച്ചയായിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങളുടെ ഒരു മാനസികാവസ്ഥയും, നിങ്ങളും സന്തോഷത്തിൽ ജീവിച്ചിരിക്കുമ്പോഴാണല്ലോ ഒരു നാട്ടിൽ ഈ ദുരന്തം ഉണ്ടാകുന്ന വാർത്ത കേൾക്കുന്നത്. അപ്പോൾ അതൊരു വിഷമമാണ് നിങ്ങളെപ്പോലുള്ളവരും. അപ്പം നിങ്ങൾ തുടർച്ചയായിട്ട് ഇങ്ങനെ TV കാണാതിരിക്കുക. സാധാരണ ഞങ്ങളെ സംബന്ധിച്ച് റേറ്റിംഗ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറം പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മാനസികാവസ്ഥയാണല്ലോ അതിനകത്ത് ഏറ്റവും പ്രധാനം. ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കാണുക, അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി. കാര്യം എന്താ അറിയോ ഫർസാന, പുറം ലോകത്ത് ഞങ്ങൾ ഇന്നലെ ആദ്യം വിചാരിച്ചു, കറക്റ്റ് ഞങ്ങൾ ഇന്നലെ ആദ്യം വിചാരിച്ചു, ഇന്നലെ രഞ്ജിത്തും ഒക്കെ ആയിട്ട് ആലോചിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും, നമ്മുടെ റിപ്പോർട്ടർമാരുടെ എല്ലാവരുടെയും ഒരു മാനസികാവസ്ഥ തന്നെ വല്ലാതെ ഉലഞ്ഞിരിക്കുന്നൊരവസ്ഥയാണ്. പക്ഷേ ഇവരോട് പോയി ചോദിക്കണോ, ഇവരുടെ വിഷമം ലോകത്തെ അറിയിക്കണോ? പക്ഷേ ലോകത്തെ അറിയിച്ചില്ലെങ്കിലുള്ള കുഴപ്പം, ഇവരുടെ ഈ പ്രശ്നം ഇത്ര ആഴമുള്ളതാണെന്ന് ആരും മനസ്സിലാക്കില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇനി സഹായം എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവരുടെ വിഷമങ്ങൾ ലോകം അറിയണം. അപ്പോൾ അത് തുടർച്ചയായിട്ട് നമ്മൾ സംപ്രേഷണം ചെയ്യാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും ഞങ്ങളൊക്കെ മടങ്ങിപ്പോവേണ്ടതാണ് ഇന്നലെ. പക്ഷേ ഇവിടെ വന്ന് ഈ ക്യാമ്പിൽ വന്ന് കുറച്ച് മനുഷ്യരെ കൂടി കേട്ടിട്ട് പോകണം എന്നൊക്കെ തീരുമാനിച്ചത്. എന്തുപറ്റി?
അവരുടെ കേൾക്കുമ്പോ തന്നെ നമുക്ക് വേദന നല്ല പോലെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. അവരാ പറയുന്ന ഓരോ വാക്കുകൾ. എന്ത് ചെയ്യാനാ സാറേ? മന്ത്രിയാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പശുവിനെ ഒക്കെ തിരിച്ചു കിട്ടും കേട്ടോ. 7 പശുവല്ലേ ഉള്ളൂ. നമ്മളാ ഇവരാരോ ഇവിടുന്ന് എങ്ങോട്ട് ഇറങ്ങി പോകുന്നൊക്കെ അങ്ങനെ ഒറ്റക്കൊന്നും ആവൂലമ്മ. നമ്മളെല്ലാരും ഇല്ലേ, അങ്ങനെ ആരെങ്കിലും ഒറ്റക്കാവോ? നമ്മളൊക്കെ മക്കളായിട്ട് തന്നെ കണ്ടാ പോരെ. ഒക്കെ ഉണ്ടാവും കേട്ടോ. ഈ ചില സമയത്ത് ആ സങ്കടങ്ങളൊന്നും നമുക്ക് അങ്ങോട്ട് തീർത്താൽ പറ്റാത്തതാണ്. അമ്മയുടെ ഏറ്റവും പ്രശ്നം 7 പശുക്കളിൽ 6 പശുക്കൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു പശുവിനെ മാത്രമേ കിട്ടിയിട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. ആ പശുവിൻ്റെ ടി വിയിൽ കണ്ടപ്പോൾ അത് എൻ്റെ പശുവാണ് എന്നാണ് അമ്മ പറയുന്നത്. പക്ഷേ ആ പശുവിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ഇനി ഏതെങ്കിലും പ്രേക്ഷകർ ഈ ചൂരൽമല ഭാഗത്തുണ്ടെങ്കിൽ ആ പശുവിനെ കിട്ടുകയാണെങ്കിൽ ഒന്ന് അറിയിച്ചാൽ നമുക്കതിനെ ഉള്ള സംവിധാനം ഒപ്പിക്കാം. ഞങ്ങളും തിരയുന്നുണ്ട്. ഒരു പശുവിന് വേണ്ടിയുള്ളൊരു തിരച്ചിലാണ്. ഇവിടെ നിൽക്കുന്ന മനുഷ്യർക്ക് ഇങ്ങനെ ഒരുപാട് പൈക്കളുമായിട്ടൊരു ബന്ധമുണ്ടല്ലോ. അപ്പോൾ ആ പൈക്കളൊക്കെ എവിടെ പോയി എന്നൊരു ചോദ്യം ഇവരുടെ മനസ്സിലിങ്ങനെ അലട്ടുന്നുണ്ട്. കുടുംബമൊക്കെ സേഫാണ്, പക്ഷേ പൈക്കളില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അബ്ദുൾ റസാഖാണ് ആ ഇരിക്കുന്ന ആൾ. അബ്ദുൾ റസാഖ് ആ വെള്ളമുണ്ട്, നമ്മൾ അന്ന് വിളിച്ചില്ലായിരുന്നു. നമുക്ക് അബ്ദുൾ റസാഖിനെ ഒന്ന് കണ്ടിട്ടുണ്ട്.